അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോടും എന്നെ ഈ സൈമാജിക്കോ എന്ന പ്രോഗ്രാമിൽ ഒരു ആർട്ട് ഫെസ്റ്റിൻ്റെ ഈ പ്രോഗ്രാമിൽ ഒരു അവസരം നൽകിയ സംഘാടകരോടും അതുപോലെ ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത നിങ്ങളോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്ക് തന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രചോദനത്തിൻ്റെ നിഴൽ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് ചോദിച്ചു, എടാ ഈ പോയിട്ട് എന്താ സംസാരിക്കുക പ്രചോദനത്തിൻ്റെ നിഴൽ എന്ന് പറയുമ്പോൾ എന്താണ് അത്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മാറ്ററൊക്കെ ഇട്ടതെന്ന് ഇന്നലെയൊക്കെ ഈ പോസ്റ്റർ ഔട്ട് ചെയ്തതിന് ശേഷം ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആലോചിക്കുകയാണ് എന്താണ് ഈ പ്രചോദനത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ ഞാനെന്ത് സംസാരിക്കും എന്നുള്ളത്. പിന്നീടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ സംസാരിക്കാൻ അത്രയുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ അവിടെ സക്സസ്സിലേക്ക് എത്താൻ നമ്മുടെ ഒരു 100 ആളുണ്ടെങ്കിൽ, നമ്മളെ കൂടെ 100 ആളുണ്ടെങ്കിൽ അതിൽ ഒരു 5 ആൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നവരുണ്ടാവുള്ളൂ. അതിലൊന്ന് നമ്മളെ മാതാപിതാക്കളായിരിക്കും, രണ്ടാമത് നമ്മളുടെ ഏത് സബ്ജക്റ്റാണ് നമ്മളെ പഠിപ്പിച്ചത് ആ വിഷയത്തിലെ ഗുരുനാഥന്മാരായിരിക്കും. അതേപോലെ ഉറ്റ സുഹൃത്തായിരിക്കും. ഉറ്റ സുഹൃത്തെന്ന് പറയുമ്പോഴും അതിനെയും നമ്മൾ 2-3 ഘട്ടം ആയിട്ട് തിരിക്കേണ്ടി വരും. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ സംസാരിക്കാൻ വന്നത് ഞാനൊരു അറബിക് കാലിഗ്രാഫർ എന്ന ഒരു സ്ഥാനത്തിൽ നിന്നാണ് എനിക്ക് ഇവിടെ ഇങ്ങനൊരു വേദിയിൽ ക്ഷണം കിട്ടിയത്. എൻ്റെ കാലിഗ്രാഫി മേഖലയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഞാൻ എല്ലാവർക്കും അറിയാമായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളത്. ആ തരത്തിൽ ഞങ്ങളുടെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു കഥ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ സുഹൃത്ത് എന്ന് പറഞ്ഞൊരു സംഗതിയെ ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാണ്. ഞാൻ കാലിഗ്രാഫി 2016 ഞാൻ കാലിഗ്രാഫി എന്ന മേഖല ഉണ്ട് എന്നറിയുന്നത്. അപ്പോൾ ഒരു 17, 18, 19 കാലഘട്ടത്തിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നൊരു സുഹൃത്ത്. പിന്നെ നമ്മൾ എന്തൊരു മേഖല പഠിക്കുമ്പോഴും നമ്മൾ ആ വിഷയത്തിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും കല എന്നുള്ളതല്ല, കല എന്ന് പറയുന്നത് ആർട്ട് എന്നുള്ളതാണ്. അത് എന്തൊരു വിഷയത്തെ നമ്മൾ ആർട്ടായി എടുക്കാം. ഇപ്പോൾ നമ്മൾ മുമ്പിലുള്ള ഈ വീഡിയോ എടുക്കുന്ന വ്യക്തി, അദ്ദേഹം ചെയ്യുന്നതും ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അതേപോലെ ഒരു പ്രസംഗിക്കുന്ന വ്യക്തി, അദ്ദേഹം ചെയ്യുന്നതും ഒരു കലയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഖുർആൻ മനോഹരമായിട്ട് ഓതുക എന്നുള്ളതും കലയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് സത്യത്തിൽ. അതിനെ പല ആളുകളും വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മനോഹരമായ വശങ്ങൾ നമ്മൾ കൃത്യമായി ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് പോകുന്നു. അങ്ങനെ 2018, 20 സമയമായപ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് പിന്നീട് ഒരു അപരിചിതൻ എന്നതുപോലെ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മേഖലയിൽ എൻ്റെ ജീവിതത്തിലെ രാവിലെ ഒരു സുബൈക്ക് ശേഷം പ്രാക്ടീസിന് ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് ഒരു 2-3 മണി വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവന് വിളിക്കുന്ന സമയത്ത് ഞാൻ അവൈലബിൾ ആകുന്നില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ആ സുഹൃത്ത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയത്. പക്ഷേ എന്തൊക്കെ വന്നാലും എൻഡ് ഓഫ് ദ ഡേ നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു.
അവൻ ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു, എവിടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വിഷയം ഇരുന്നതും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച മേഖലയിൽ ഒരു പൊസിഷനിലെത്തുന്ന സമയത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞവരും തട്ടി അകറ്റി മാറ്റി നിർത്തിയവരൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ഞാനൊരു അറബിക് കാലിഗ്രാഫറാണ്. ട്രഡീഷണലായ അറബിക് കാലിഗ്രാഫി പരമ്പര. അത് നിങ്ങൾക്ക് കാലിഗ്രാഫി എന്നുള്ളത് കേട്ട എത്ര ആളുകളുണ്ട്? ചെയ്യുന്നവരുണ്ടോ? ഓക്കെ. അപ്പം ഈ അറബിക് കാലിഗ്രാഫി എന്ന് പറയുന്നത് കേവലം ഒരു കലാരൂപം മാത്രമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ ഞാനാണെങ്കിലും 2016 SSFൻ്റെ സാഹിത്യോത്സവിൽ നിന്നാണ് ഞാൻ കാലിഗ്രാഫി എന്ന് പറയുന്നതിന് കേട്ടത്. എൻ്റെ നാട്ടിലെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന നിസാർ എന്ന് പറയുന്ന സുഹൃത്താണ് എൻ്റെ SSFൻ്റെ സാഹിത്യോത്സവം എൻ്റെ ലിസ്റ്റുകൾ, നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റുകൾ കാണിച്ചു തരികയും അതിൽ താഴെ ഒരു എഴുത്ത് കണ്ടു, കാലിഗ്രാഫി. എൻ്റെ പ്രോഗ്രാമാണത്. അതിൽ പല പ്രോഗ്രാമുണ്ട്. അന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു. അത് സാഹിത്യോത്സവത്തിൽ പല വർഷങ്ങളും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഈ ലിസ്റ്റിൽ കാലിഗ്രാഫി എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അവനോട്, എടാ എന്താണ് ഈ കാലിഗ്രാഫി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ അവനക്കൊക്കെ ഇത് അറിയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, നിനക്കിത് കാലിഗ്രാഫി എന്താണെന്ന് അറിയില്ലേ, നീ കേട്ടിട്ടില്ല, നീ ചെയ്യുന്നില്ല ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ഗൂഗിൾ എടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോഴാണ് അറബിക് കാലിഗ്രാഫിയുടെ മനോഹരമായ ഒരുപാട് എഴുത്തുകൾ ഗൂഗിളിൽ നിന്ന് കാണുന്നത്. പിന്നീട് എനിക്ക് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കുറച്ചു കാലം വീണ്ടും അതിലൂടെ നിന്നു. 2020 സമയത്ത് അന്നത്തെ സാഹിത്യോത്സവം കൊറോണ സമയത്ത് ഈ നമ്മളെ കേരളത്തിൽ നല്ലോണം സ്പ്രെഡായിരുന്നു കാലിഗ്രാഫി. അതായത് പല ഉപ്പമാർ ചിന്തിക്കുന്നത് എൻ്റെ മോള് കാലിഗ്രാഫി ചെയ്യുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരാൾ കാലിഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മോനോട് പറയും, എടി അനക്കും ചെയ്തോടെ, എടാ അനക്കും ചെയ്തോടെ, അപ്പുറത്ത് കുട്ടി ചെയ്യുന്നില്ലേ, ഈ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് 2020 കൊറോണ സമയത്ത് ഒരു പറ്റം ആളുകൾ കാലിഗ്രാഫി പ്രായഭേദമന്യേ, അത് സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികളും എല്ലാം, അത്രയും ആളുകൾ ഒരു കാലിഗ്രാഫിക്ക് ഓളം ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു 2020 കൊറോണ കാലഘട്ടം. അതിനുശേഷമുള്ള ഒരു സാഹിത്യോത്സവിൽ, അതിനുശേഷം പറഞ്ഞാൽ കൊറോണ ആയിരുന്നു, ചെറിയൊരു അയവ് വന്നപ്പോൾ സാഹിത്യോത്സവം, എൻ്റെ ഓർമ്മയിൽ 2020 ആ സാഹിത്യോത്സവിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ, സ്റ്റേറ്റ് സാഹിത്യോത്സവ കോമ്പറ്റീഷൻ നടക്കുന്നത് കാലിഗ്രാഫിയാണ്. പഠിച്ചോൻ്റെ തോഫീക്ക് കൊണ്ട് ആ സമയത്ത് ആണ് ഞാൻ സ്റ്റേറ്റിൽ എത്തുന്നത്. അതായത് 12 വർഷത്തോളം ഞാൻ സാഹിത്യോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നിരന്തരം മത്സരിക്കായിരുന്നു. ഒരു വർഷത്തിൽ ഡിവിഷൻ തരത്തിലെത്തിയ സമയത്ത് ഇതേപോലെ ഡിവിഷൻ്റെ പ്രോഗ്രാമിൽ പ്രസംഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് സലാം പറഞ്ഞതിന് ശേഷം ഞാൻ പേടിക്കുകയും, അത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് തീരെ ഒട്ടും പരിചയമല്ല ഇത്തരം വേദികളിൽ നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വിഷയത്തെപ്പറ്റി ഞാൻ നല്ലോണം സംസാരിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ ഇങ്ങനെ വേദികളിൽ മൈക്കയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അത്ര വശങ്ങളില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ സമയത്ത് ഞാൻ പേടിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2020 സാഹിത്യോത്സവിൽ എൻ്റെ 12 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് SSFൻ്റെ സംസ്ഥാന സാഹിത്യോത്സവം എനിക്ക് വിന്നറായത് കാലിഗ്രാഫി എന്ന ഒരു മേഖല വേണ്ടി വന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രചോദനങ്ങൾ നിഴലായി നിന്നവരുണ്ടായിരുന്നു. അതിൽ നമ്മളൊക്കെ അല്ലേ, തങ്ങളുസ്താദിനെ നമുക്കറിയാം. നമ്മൾ കണ്ട തങ്ങളുസ്താദ് എന്താണ്, സ്വലാത്തുകൾ ചെല്ലുന്ന, നമ്മളെ അത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന തങ്ങളുസ്താദായിട്ടാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്?
നിങ്ങൾ ഒരാൾ ഒരു ഉദാഹരണം പറയും. മൈക്കാണോ? ഒരാൾ പറയേ, നിങ്ങൾ കണ്ട സ്വലാത്തും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ പറയാത്ത ഒരു തങ്ങൾ ഉസ്താദിനെ, നിങ്ങൾക്ക് പ്രചോദനം തന്നിരുന്ന ഒരു തങ്ങൾ ഉസ്താദിനെ പറയൂ. കുട്ടികളെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചിന്തിക്കുന്നത് പോലും മനസ്സിലാക്കിയിട്ട് അവർക്ക് കറക്റ്റ് വേണ്ട മോട്ടിവേഷനും, അതാ നമ്മൾ തങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ എന്താണ് എനിക്കപ്പോൾ ആവശ്യമുള്ളതെന്ന് ആ കറക്റ്റ് സാധനം ഉസ്താദ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു തന്ന രീതിയിലായിരിക്കും ഉസ്താദിൻ്റെ സംസാരം. അതപ്പോൾ എന്ത് സ്ഥലത്താണെങ്കിലും, ഉസ്താദിനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഉസ്താദ് ഒരു സ്ഥലത്ത് ഒരു കാര്യം നന്നായി തോന്നുകയാണെങ്കിൽ അതിനെ വളരെയായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന രീതിയിലായിരിക്കും ഉസ്താദ് സംസാരവും ആക്ഷനും. അതെ അതെ. പേരെന്താ മോനെ? അമ്മാർ മുഹമ്മദ്. അതെ. ഇനി ഇതുപോലെ വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടാവും? വേറെ ഒരാളും കൂടി വേഗം ഒന്ന് പറയൂ. ഇല്ലേ? ആരും സംസാരിക്കുന്നില്ലേ? അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അതായത് ബഹുമാനപ്പെട്ട ശൈഖുന അൽ ഉസ്താദ് ദിക്ർ, സ്വലാത്ത് ഇതുമാത്രമല്ലാതെ വേറെന്തിനൊക്കെ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നാണ് അംഫസാർ ചോദിക്കുന്നത്. മറ്റെന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രചോദനമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് അതിന് മറുപടി പറയും. അപ്പോൾ അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദിക്റും സ്വലാത്തും നിസ്കാരവും ഇങ്ങനത്തതല്ലാതെ വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന്. ഞാൻ വലിയുസ്താദിനെ ഒറ്റ തവണ സംസാരിച്ചിട്ടുള്ളൂ. രണ്ടാമത് വന്നപ്പോൾ ഞാനിവിടെ ഇല്ലേനി, നാട്ടിലിരുന്ന്. പക്ഷേ ആ ഒരൊറ്റ തവണ സംസാരിച്ചതിന് എനിക്ക് ഉസ്താദിൻ്റേത് മനസ്സിലാക്കാൻ പറ്റിയത്, ഉസ്താദിന് ആളുകളെ നന്നായിട്ട് വായിക്കാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ ഒറ്റ സംസാരത്തിന് ഉസ്താദിന് ഒരാളെ ക്വാളിറ്റീസ് മൊത്തം അറിയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉസ്താദിൻ്റെ ബയോഗ്രഫി ഉണ്ടല്ലോ, അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഉസ്താദിന് നല്ലൊരു പൊളിറ്റിക്കൽ അക്യുമെനും ബിസിനസ് അക്യുമെനും ഉണ്ട്. ഈ ദീനി സാധാരണ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യത്തിൽ മാത്രം ഇതാക്കി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഡിഫറൻ്റ് കണ്ട കാര്യം എന്ന് വെച്ചാൽ, ഉസ്താദ് ദീനിയായ കാര്യം മാത്രമല്ല, അല്ലാണ്ട് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ ഫീൽഡിലത്തെ കാര്യങ്ങളും ഉസ്താദിന് നന്നായിട്ട് അറിവുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ദീനിയായിട്ടുള്ള കുറേ കറാമത്തുകളല്ലാണ്ട് തന്നെ ഉസ്താദിന് ഈ പുതുലോകത്ത് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബയോഗ്രഫി വായിച്ചപ്പോൾ മനസ്സിലായിരുന്നു, ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഈ എൻ്റർപ്രണർഷിപ്പിൻ്റെ സ്കില്ലില്ലേ, ക്രിട്ടിക്കൽ തിങ്കിങ്, അതൊക്കെ എന്ന് പറഞ്ഞ ഉസ്താദിന് നന്നായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉസ്താദിൻ്റെ പോഡ്കാസ്റ്റ് യൂട്യൂബിലുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കാണാൻ സൗകര്യമുണ്ടോ? അങ്ങനെ കണ്ടിരുന്നോ നിങ്ങളാരെങ്കിലും? ഇല്ലെങ്കിൽ തങ്ങൾ ഉസ്താദിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, സാബി ഇൻസ്പയർ എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വന്നതാണ്. അതിൽ നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങൾ പറഞ്ഞ ആ ഒരു വിഷയം തന്നെ ഉസ്താദിൽ പറയുന്നുണ്ട്. ഉസ്താദ് പറയുന്നുണ്ട്, എന്താണ് ഒരു ഉസ്താദിന് ഒരു ബിസിനസ് ചെയ്താൽ, എന്താണ് ഒരു ഉസ്താദിന് യൂട്യൂബർ ആയാൽ, ഒരു വ്ളോഗർ ആയാൽ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ദീനി ഖിദ്മത്ത് എന്ന് പറയുന്നത് ഒരു പള്ളി ഉണ്ടാക്കി അല്ലെങ്കിൽ ദർസ് ഉണ്ടാക്കി അതിലൂടെ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല ദീനി ഖിദ്മത്ത് എന്നും കൂടെ ഉസ്താദ് അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എൻ്റെ വീട്ടുകാരെക്കാട്ടിലും എനിക്ക് പ്രചോദനം, തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരെക്കാട്ടിലും എനിക്ക് പ്രചോദനം, എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് തങ്ങൾ ഉസ്താദാണ്. കാരണം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു പണ്ഡിതൻ, ഇന്ത്യയിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു പണ്ഡിതൻ കാലിഗ്രാഫി എന്ന മേഖലയെ ഇത്രത്തോളം സപ്പോർട്ടാക്കുന്ന ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ റബീഉൽ അവ്വൽ 12-ന് ശേഷം നമ്മുടെ ഗ്രാൻഡ് മസ്ജിദിൽ പോയിട്ടുണ്ടായിരുന്നോ? എല്ലാവരും പോയിട്ടുണ്ടോ?
അതിലെ മതിലുകളിൽ കാലിഗ്രാഫികൾ കണ്ടിട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടോ? ആ കാലിഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിന്ന് തങ്ങൾ ഉസ്താദ് 2009 എൻ്റെ ഓർമ്മ ഒരു കാലിഗ്രാഫറെ കൊണ്ടുവരികയും അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നു. ആ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇപ്പോൾ ആ അത്തരം ഇപ്പോൾ നിങ്ങളവിടെ കണ്ട വർക്ക് അന്ന് ഒരു ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന കാലിഗ്രാഫർ ആ വർക്കിന് ആ ഒരു എസ്റ്റിമേറ്റ് ഇട്ടത് നിങ്ങൾക്ക് എത്ര ഊഹിക്കാൻ പറ്റും? വേഗം പറയണം, ഏകദേശം പറഞ്ഞാൽ മതി. വേഗം പറയണ്ട മക്കളെ. 50,000. ഓക്കെ, അടുത്ത 2 ലക്ഷം. ഓക്കെ, 5 ലക്ഷം. ഓക്കെ, 80,000. ഓക്കെ, 5 മില്യൺ. 1.5 CR. 20,000. ഓക്കെ, ഓക്കെ, ഫൈൻ. 50,000. ഓക്കെ. അപ്പൊ അന്ന് തങ്ങൾ ഉസ്താദ് അങ്ങനെ ഒരു ഉസ്ബെക്കിസ്ഥാനിൽ ഒരു കാലിഗ്രാഫറെ കൊടുക്കുന്ന സമയത്ത് ആ പള്ളി ഉണ്ടാക്കിയതിനേക്കാട്ടിലും വില വന്നിരുന്നു ആ കാലിഗ്രാഫി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എസ്റ്റിമേറ്റ്. ആ പള്ളിക്ക് അന്ന് എത്ര വന്നറിയോ? 2.5 കോടി രൂപ. ആ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കാലിഗ്രാഫിക്ക് എത്ര വന്നറിയോ എസ്റ്റിമേറ്റ്? 3 CR. അവിടെയാണ് തങ്ങൾ ഉസ്താദ് എന്താണ് കാലിഗ്രാഫിയുടെ മഹത്വവും എന്തുകൊണ്ടാണ് ഒരു കാലിഗ്രാഫിക്ക് ഇത്രയും വാല്യൂ എന്നുള്ളത് പഠിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാലിഗ്രാഫി, ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ഞാൻ മഅദിനിലേക്ക് സേവനമായിട്ട് വന്നത് 2018 വൈസന്യത്തിന്. പിന്നീട് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ സാഹിത്യോത്സവം മത്സരിക്കുന്നുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ ഒരു തെറ്റ് പറ്റിയിട്ട് വീണ്ടും അതേ തെറ്റ് പിറ്റത്തെ വർഷവും ചെയ്തിരുന്നു. അതിൻ്റെ കാരണം ഞാനത് നമുക്കുണ്ടാകുമല്ലോ മത്സരങ്ങളൊക്കെ മത്സരിക്കുന്ന സമയത്ത് മറ്റുള്ളവനെ എവിടെ എത്തി, മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു നോക്കലാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മളെ കൂടെയുള്ളവൻ എവിടെ എത്തി. അപ്പോൾ ഇതിന് നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ ടെൻഷൻ അടിക്കുന്നു. ആ ഒരു സംഗതിയെ 2020 നിന്നാണ് എനിക്ക് മനസ്സിലായത്. 2019 തോൽവിയും സെയിം തോൽവി ആയ സമയത്ത് എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാൻ, ഞാൻ എൻ്റെ വർക്കിൽ എൻ്റെ മത്സരത്തിന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഈ വിഷയം പറഞ്ഞത് തന്നെ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ പഠിക്കുന്ന ആ വിഷയത്തിൽ മറ്റുള്ളവർ എവിടെ എത്തി എന്നുള്ളതിന് ഒരു നിലക്കും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കരുത്. ഒരു നിലക്കും നിങ്ങളത് ഒരു തരത്തിലും നിങ്ങളെ മോട്ടിവേഷൻ കുറയ്ക്കരുത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ മോട്ടീവ് നമ്മൾ തന്നെയാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ്, നമ്മളുടെ സ്വപ്നങ്ങളാണ്. നമ്മൾ എവിടെ എത്തണം എന്ന് നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, സ്ഥിരമായി അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളിൽ 2-3 ആളുകൾ CA പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വർഷങ്ങളായിട്ട് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഒരു ദിവസം എത്ര തവണ നിങ്ങളുടെ ബുക്ക് വായിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോഴൊന്നും ദിവസമൊന്നും വായിക്കുന്നില്ല, എക്സാം വരുന്ന സമയത്ത് മാത്രമാണ് അവരുടെ ബുക്ക് നോക്കുന്നത്. CA എന്ന് പറയുന്നത് എന്നെക്കാട്ടിൽ അവർക്കറിയാം അതെന്താന്നുള്ളത്. അതുകൊണ്ട് CA എന്ന് പറയുന്ന ഒരു പഠനം കേവലം ഒരു 10ാം ക്ലാസ്സിലെ എക്സാം പോലെയോ +2 എക്സാം പോലെയോ അല്ല. എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മേഖലയിൽ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ മേഖലയിൽ ഏറ്റവും ടോപ്പ് ലെവലെത്തും എന്നുള്ളതിൽ ഒരു ഉദാഹരണം ഞാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇതുപോലത്തെ ഒരു മോട്ടിവേഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു 2019-20. ഇന്ന് 2025 പടച്ചോൻ്റെ തോഫീക്ക് കൊണ്ട് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ കാലിഗ്രാഫി കണ്ടിട്ടില്ലേ നിങ്ങളിപ്പോൾ? അത് ചെയ്ത ആളെ കണ്ടിട്ടുണ്ടോ? എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്?
ആ ചെയ്ത ആളും ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ പിന്നിൽ ഞാൻ ആ 2018 ശേഷം ഞാൻ അവിടെ വന്ന സമയത്ത് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സലാം വീട്ടിന് ശേഷം ഒരു പക്ഷേ ഞാൻ ഇതൊരു കഥ പോലെ, ഇതിപ്പോൾ ചെയ്തതിൻ്റെ പേരിൽ കഥയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ വല്ലാഹിയക്ക് ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ സലാം വീട്ടിയതിന് ശേഷം എൻ്റെ കണ്ണ് നേരെ ഇങ്ങനെ മേപ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ എല്ലാം ചെയ്യണം എന്നുള്ളത്. 2022 നമ്മുടെ ഉമർ സാറിന് ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തൊരു ഡിസൈൻ അയച്ചു കൊടുത്തിരുന്നു. ഉമർക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാലിഗ്രാഫി ചെയ്താലോ എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം 2022, 23, 24, 25 3 വർഷം കഴിഞ്ഞു. എൻ്റെ ആഗ്രഹം, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പ്രാർത്ഥിക്കണം, വെറും ആഗ്രഹം മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് അതിന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് അങ്ങനത്തെ നമ്മൾ എന്താണ് ആഗ്രഹിച്ച് അതിലേക്ക് എത്തും. ഒരു പക്ഷേ സമയമെടുക്കും. ആ സമയം തോറും നമ്മൾ പതുക്കെ ഗ്രോത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചത് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിലൊക്കെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നതും ഒരു കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു ആർട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു സംഗതി ഞാൻ മഅദിൽ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്തൊന്നും അത് നടക്കാറില്ല. അപ്പോൾ പിന്നെ ഉമ്മൊക്കെ പറയാം എനിക്കതിൽ ഹൈറുണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ മഅദിൽ വന്ന് ഞാൻ 2022 ആഗ്രഹിച്ചു പള്ളിയുടെ വർക്ക്. പക്ഷേ ആ സമയത്ത് നടക്കാതെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഇൻ്റർനാഷണൽ ലെവൽ സാധനമാണ് ഈ പഠിച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് തങ്ങൾ ഉസ്താദ് മുഖേന എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറയുക ഇപ്പോൾ കാലിഗ്രാഫിയുടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും ഇത് അറിയൂല. കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ്. കാരണം വേൾഡ് വൈഡിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഞാൻ ഫസ്റ്റായിട്ട് 2021 ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു അങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അങ്ങനെ ദുആക്ക് ചെയ്ത് അതിന് ശേഷം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ അത്യാവശ്യം ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആ ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്. റിസൾട്ട് വന്ന സമയത്ത് 100-ൽ ഒരാളിൽ ഞാൻ ഇല്ല. അങ്ങനെ ഞാൻ തങ്ങൾ ഉസ്താദിനോട് ഞാൻ കിട്ടിയില്ല എന്നും കൂടി പറയണമല്ലോ. കിട്ടിയത് മാത്രമല്ല, കിട്ടാത്ത കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഉസ്താദിനോട് പറയണം. അവിടുന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താ അറിയോ? ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. ഉസ്താദ് എന്നോട് ചോദിച്ചു, അൻഫസ എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത്? അപ്പോൾ ഞാൻ അത് ശരിയാണല്ലോ, എന്തുകൊണ്ട് കിട്ടാത്തത് ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി പഠിച്ച സമയത്താണ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ നാട്ടിലെ കാലിഗ്രാഫികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോഴത്തെ ഇവിടെ ഒരു അലിഫ് ഇട്ടാൽ ഇവിടെ ഒരു വാവ് ഇട്ടാൽ അടുത്തൊരു വാവും അലിഫ് അതാകൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് കാലിഗ്രാഫി. അപ്പോഴാണ് ഞാനിത് എൻ്റെ കാലിഗ്രാഫി മാസ്റ്ററായ മുക്താർ അഹമ്മദ് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ടഫ് ആകുന്നത് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു അലിഫ് ഇട്ട് കഴിഞ്ഞാൽ അതേ അലിഫിൻ്റെ പെർഫെക്ഷനും അതേ അലിഫിൻ്റെ നിയമങ്ങളാകണം അടുത്തൊരു അലിഫ് എഴുതുമ്പോൾ. ഒരു വാവ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് അതിൻ്റെ വാവിൻ്റെ ഒരു കണ്ണ് രൂപത്തിലാണ് വാവ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഉസ്താദ് എന്നോട് പറഞ്ഞ സമയത്തിന് ഞാൻ ഇതെല്ലാം അന്വേഷിക്കുന്നത്. എത്രത്തോളമാണ് ഇത് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. കേവലം ഉസ്താദ് എന്ന് പറയുന്നത് വെറും
ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പ്രചോദനം, ഭൗതികമായ കാര്യത്തിലും ഒരുപാട് പ്രചോദനം നമുക്ക് നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ് ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവറുകൾ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങളുടെ മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ബാക്കോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും, ഒരുപാട് വിമർശനങ്ങൾ വരും. അതുപോലെ നിങ്ങളെ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് പെട്ടെന്ന് എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് പോകണം എന്ന ഒരു തീയാണ് വേണ്ടത്. പൊതുവെ ഒരു കോട്ടുണ്ടല്ലോ, അതായത് പരിശ്രമിച്ചിട്ട് തോറ്റു കഴിഞ്ഞാൽ പ്രശ്നമല്ല, പരിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ തോൽക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകണം, അല്ലെങ്കിൽ വേണ്ട നമ്മൾ വിജയിക്കുമെന്ന് അറിയാം, അവിടെ ഡൗട്ടായിട്ട് വീണ്ടും നമ്മൾ അതിൽ നിന്ന് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഓരോ കലാകാരനും, കല എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നൊരു വിഷയം, ആ വിഷയത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ, ആഗ്രഹത്തെ ഒരു നിഴൽ പോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് നിങ്ങളെ പ്രചോദിപ്പിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ സ്വപ്നമാണ്. അതിന് വേണ്ട എല്ലാ പ്രയത്നവും ഹാർഡ് വർക്കും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. എനിക്ക് ഏതായാലും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ പേനയും നിങ്ങളുടെ ഒരു പ്രചോദനത്തിൻ്റെ നിഴലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കാലിഗ്രാഫി റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം തരാം. കാലിഗ്രഫിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ, അതിന് കോഴ്സുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സാറേ ഈ കാലിഗ്രഫി തുടങ്ങുമ്പോൾ അല്ലേ അതിന് എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ എഴുതുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വീക്കാണ്. അപ്പോൾ തുടങ്ങാൻ എന്താ ചെയ്യുക? കാലിഗ്രാഫി തുടങ്ങാന്നുള്ളതിലാണ് പാട്. കാലിഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ മൈക്ക് നിർത്തുന്നുണ്ട്. കാലിഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലിഗ്രാഫി എന്ന് പറയുന്നത് കേവലം ഒരു ആർട്ട് ഫോം മാത്രമല്ല, അതിന് ഒരു ആത്മീയ വശങ്ങളുണ്ട്. ചെറിയൊരു ചരിത്രം പറഞ്ഞുതരാം. അതായത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലൊക്കെ പറയാനുണ്ട്. പക്ഷേ ഓട്ടോമൻ കാലഘട്ടത്തിൽ ഒരു ചരിത്രം അവിടെ നിന്നൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോമൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലിഗ്രാഫി മാസ്റ്ററും ഒരു സൂഫി ഗുരുവുമായിരുന്നു ഷെയ്ഖ് ഹംദുല്ല എന്ന് പറയുന്ന ഒരു ഗുരുവര്യർ. അദ്ദേഹം അബ്ബാസിദ് രണ്ടാമൻ എന്ന രാജാവിൻ്റെ കാലിഗ്രാഫറും കൂടെ ആയിരുന്നു. അതായത് ഒട്ടോമൻ കാലഘട്ടത്തിലെ അവിടുത്തെ കൊട്ടാരത്തിലെ കാലിഗ്രാഫർ ആയിരുന്നു. ആ സമയത്ത്
അതിൻ്റെ മുൻപ് കഴിഞ്ഞു പോയ ഒരു കാലിഗ്രാഫി മാസ്റ്റർ ആയിരുന്നു. കാലിഗ്രാഫി മാസ്റ്ററിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ കാലിഗ്രാഫി മാസ്റ്ററുടെ അന്നത്തെ കൊട്ടാരത്തിൽ ഒരു ചർച്ച നടന്നു. നമുക്ക് ഒട്ടോമന്മാർക്ക് ഒരു കാലിഗ്രാഫി ലിപി നിർമ്മിച്ചൂടെ എന്ന് കൊട്ടാരത്തിൽ ഒരു ചർച്ച നടന്ന സമയത്ത് ഈ ഷെയ്ഖ് ഹംദുള്ള എന്ന് പറയുന്ന കാലിഗ്രാഫറെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അതിൻ്റെ മുൻപ് കഴിഞ്ഞ് മരണപ്പെട്ടു പോയ കാലിഗ്രാഫി മാസ്റ്ററുടെ പ്രാക്ടീസ് അതുപോലെ വർക്കുകളെല്ലാം ഷെയ്ഖ് ഹംദുള്ളയിലേക്ക് കൊടുക്കുകയും അതിനുശേഷം ഷെയ്ഖ് ഹംദുള്ള ഒരു 40 ദിവസം ഒരു ഏകാന്തമായ ജീവിതത്തിൽ, അതായത് ഒരു ക്വാറന്റൈൻ എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിൽ നിന്ന് ഈ ഒരു ലിപി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ 40 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഒരു കാലിഗ്രാഫി ലിപി, ഓട്ടോമൻ കാലിഗ്രാഫി ലിപി ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നു. വീണ്ടും ഒരു 40 ദിവസം എടുക്കുന്ന സമയത്താണ് ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ വരികയും ഷെയ്ഖ് ഹംദുള്ളയുടെ കൈ പിടിച്ച് കാലിഗ്രാഫി എഴുതി അക്ഷരങ്ങളുടെ നിയമങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഞാനിത് ഇവിടെ പറഞ്ഞു എന്താ വെച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ആത്മീയ വശങ്ങൾ ഒരു പ്രവാചകരിലൂടെ ഇത് ഒരു സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന നമ്മളെ ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ കാലിഗ്രാഫി സ്ക്രിപ്റ്റാണ് ഹത്ത് സുലൂസ്, നസ്ഖ്, ദിവാനി, കൂഫി എന്ന് പറയുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഓട്ടോമൻ കാലഘട്ടത്തിലെ ഒരു ഓട്ടോമൻ കാലിഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഷെയ്ഖ് ഹംദുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. കാരണം 7-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഫസ്റ്റ് ഖുറാൻ്റെ കൈപ്രതി ഇറങ്ങുന്ന സമയത്ത് അത് വായിക്കാൻ കഴിയാതിരിക്കുകയും 10-ാം നൂറ്റാണ്ടിൽ ഇബ്നു മുക്ല എന്ന് പറയുന്ന കാലിഗ്രാഫി മാസ്റ്റർ അതിനെ ഡോട്ടുകൾ കണ്ടിട്ടില്ല, നുക്ത എന്ന് പറയുന്ന അത്തരം ഡോട്ടുകൾ നിർമ്മിക്കുകയും അതിനൊക്കെ ഒരുപാട് പൊളിറ്റിക്കലായ വശങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതാണ് പെട്ടെന്ന് ഇതിലേക്ക് വന്നത്. അങ്ങനെ ഷെയ്ഖ് ഹംദുള്ള ഒട്ടോമൻ കാലിഗ്രാഫിയുടെ പിതാവായി അറിയപ്പെടുന്നത്. അതിനുശേഷം ഒരു ഞാൻ പറഞ്ഞത് 14-ാം നൂറ്റാണ്ടിലാണല്ലോ. പിന്നീട് ഒരു 16-17 നൂറ്റാണ്ടിൽ എത്തുന്ന സമയത്ത് മുഹമ്മദ് ഷോക്കി എന്ന് പറയുന്ന കാലിഗ്രാഫി മാസ്റ്റർ ഇതുപോലെ ഈ സ്ക്രിപ്റ്റിനെ ഒന്നും കൂടി പെർഫെക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് അതിൻ്റെ അടുത്തൊരു പെർഫെക്ഷൻ സാധനം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു പ്രവാചകനിലൂടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഓരോ ഹർഫിനും ഓരോ ഹർഫിൻ്റെ കണക്ഷനും ഓരോ ബിസ്മി എഴുത്തിനും ഓരോ ആയത്ത് എഴുതുന്നതിനും ഒരുപാട് നിയമവശങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാലിഗ്രാഫി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു കാലിഗ്രാഫി മാസ്റ്ററിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ മാസ്റ്റർ ഒരു പ്രോപ്പർ മാസ്റ്റർ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ മാസ്റ്ററുടെ സിൽസിലകൾ ഇതുപോലെ ഇപ്പം എനിക്ക് പറയാൻ പറ്റും. എൻ്റെ മാസ്റ്ററാണ് മുഖ്താർ അഹമ്മദ് ബാംഗ്ലൂരിലെ, അദ്ദേഹത്തിൻ്റെ മാസ്റ്ററാണ് ഹസൻ ജലബി തുർക്കിയിലുള്ള, ഹസൻ ജലബിയും ദാവൂദ് ബക്താഷും. അവരുടെ മാസ്റ്ററാണ് ഹാമിദ് ഐത്താഷ്, അവരുടെ മാസ്റ്ററാണ് ഷെയ്ഖ് ഹംദുള്ള. അങ്ങനെ എനിക്ക് പറയാൻ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മാസ്റ്ററിലേക്ക്, നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഹംദുള്ള ഉണ്ടല്ലോ, അദ്ദേഹത്തിലേക്ക് ഈ കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് കേവലം ഒരു ആർട്ട് ഫോം മാത്രമല്ല, അത് പഠിക്കാനുള്ള അതിന് നമ്മൾ കൃത്യമായ ഒരു മാസ്റ്ററിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കാലിഗ്രഫിക്കല്ലേ ഫൗണ്ടേഷൻ ഉണ്ടാവേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുമ്പോൾ സ്ലാൻഡഡ് ലൈൻസ് വരയ്ക്കുമല്ലോ ഫൗണ്ടേഷൻ വേണ്ടിയിട്ട്, അതുപോലെ കാലിഗ്രഫിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഇത്തരം ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്നതിൽ ഇസ്ലാമിക് ആർട്ടുകൾ കണ്ടിട്ടുണ്ടോ? അറബിക് കാലിഗ്രാഫി ഒരു ആർട്ടാണ്. ഇസ്ലാമിക് ഇല്ലുമിനേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടുണ്ട്. അതായത് നമ്മളെ ഖുർആനിൻ്റെ സൈഡുകളിലെ ഒരു ബോർഡർ ഡിസൈൻസ് കണ്ടല്ലോ, അതൊക്കെ അതാണ് ഇസ്ലാമിക് ഇല്ലുമിനേഷൻ. അതുപോലെ ഇസ്ലാമിക് ജോമെട്രിക്കൽ പാറ്റേൺ. ഈ ജോമെട്രിക് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളെ പള്ളികളിലെ ചില കണ്ടിട്ടില്ലേ, മൾട്ടിവുഡിൽ അത്തരം കട്ടിങ്. അതുപോലെ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ഇസ്ലാമിക് റക്സിൻ ആർട്ട്, അതായത് നമ്മളെ പള്ളിയിലെ കാർപ്പറ്റുകൾ,
ഇസ്ലാമിക് ഗ്ലാസ് ആർട്ട്. അപ്പോൾ ഇതിലൊക്കെ ഇതുപോലെ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ഉണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ ഒരു വർക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു ബിസ്മി എഴുതുന്നതിന് കൃത്യമായ ഒരു ജോമെട്രിക് പാറ്റേൺ അതിലുണ്ടാവും. അതുപോലെ നമ്മൾ ഒരു ബിസ്മിക്ക് എഴുതുന്ന സമയത്ത് അതിലെ നേരത്തെ പറഞ്ഞ ഒരു അക്ഷരങ്ങളുടെ ചെരിവ്, അതിന് ഒരു 70 ഡിഗ്രി ചെരിവ് അക്ഷരങ്ങൾക്ക് ഉണ്ടാവണം, കലമ പിടിക്കുന്നതിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, റൂഹില്ലാത്ത വസ്തുക്കളെ കൊണ്ടാണ് ഒരു റൂഹ് തുളുമ്പുന്ന ഒരു വസ്തു ഉണ്ടാകുന്നത് അല്ലേ. അത് ഒരു മഷി, അതുപോലെ കലമ്, പേപ്പർ, ഇതെല്ലാം ഉപയോഗിച്ച് ഒരു വർക്ക് ഉണ്ടാക്കുമ്പോൾ അത് ലോകം ഒട്ടാകെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിലൊരു ഉദാഹരണമാണ് പള്ളിയുടെ വർക്ക്. ഇപ്പോൾ ഈ പള്ളിയുടെ വർക്ക് ഞാൻ എൻ്റെ മരണശേഷവും ആ പള്ളിയുടെ വർക്ക് അവിടെ നിലനിൽക്കുന്ന സമയത്ത് അതവിടെ നിലനിൽക്കുമെന്നുള്ളതാണ്. അതായത് മരിച്ചു കഴിഞ്ഞാലും നമ്മളവിടെ ഓർക്കാൻ അവിടെ നമ്മളവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്തരത്തിലുള്ള ആർട്ടുകൾ എന്നുള്ളതാണ്. താങ്ക് യു. വെൽക്കം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു സൈ മാജിക്കോ എന്ന ആർട്ട് ഫെസ്റ്റിലേക്ക് എന്നെ ക്ഷണിച്ചതിലും കുറച്ച് നേരം നിങ്ങൾക്ക് ലാഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പലതവണ ഉസ്താദിനോട് പറഞ്ഞിരുന്നു, ചെറിയ തിരക്കുള്ളത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാമാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്നിട്ട് ഇവിടെ എത്തിയോ പറഞ്ഞു, നിങ്ങൾ ഇത്ര ഒരു പ്രോഗ്രാമാണെങ്കിൽ കുട്ടികൾക്ക് കാണിക്കാൻ എനിക്ക് വർക്ക് എടുക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ പലവിധ കോമ്പറ്റീഷൻസിലും നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ആ കഴിവിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തോ ഒരു നിങ്ങളുടെ കഴിവും അതിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് നമുക്കറിയാലോ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നമ്മൾ പേപ്പറിലുള്ള സർട്ടിഫിക്കറ്റാണോ? അല്ല, എന്താണ്? സ്കില്ലായിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരു വ്യക്തിക്ക് സ്കില്ലുണ്ടെങ്കിൽ അവൻ്റെ +2 സർട്ടിഫിക്കറ്റോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ ചോദിക്കൂല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാനുമാണ്. അപ്പോൾ കാരണം എനിക്ക് പഠിച്ചോനെ തോഫീക്ക് കൊണ്ട് 2023 ഇന്ത്യയിലെ ആദ്യമായിട്ട് നടന്ന ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ ബാംഗ്ലൂർ വെച്ച് നടന്നിരുന്നു. അതിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ ഈ കാലിഗ്രാഫി മേഖലയിൽ കേരളത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് വെച്ചാൽ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്കും ഉസ്താദുമാർ, എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവരും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ വസിയത്ത് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിച്ച ആ മേഖലയിലേക്ക് എത്തണം. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥ പ്രാർത്ഥന